generation by generation are now living farming and working as an unskilled labor. In my state, children are often consuming drugs. Government is doing many policies and programs. Poverty rate of Jharkhand is 42.61. Till to utilize 700 crore rupees as disaster fund. Our office was attacked by members and union students. And with our sustainable management, we build the future of our communities. Manmohan Ji's family now wish. വിദ്യാർത്ഥികളിൽ രാഷ്ട്രബോധം വളർത്തുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യൂത്ത് പാർലമെന്റ് ഏറെ ശ്രദ്ധേയമായി. കുന്നത്തുകാൽ ശ്രീ ചിത്തിര തിരുനാൾ റെസിഡൻഷ്യൽ സെൻട്രൽ സ്കൂളിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് പാർലമെന്റിന്റെ ചെറുരൂപം അവതരിപ്പിച്ചുകൊണ്ട് ഏറെ ശ്രദ്ധ നേടിയത്. നാഷണൽ യൂത്ത് പാർലമെന്റ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് വിദ്യാർത്ഥികൾ ജനപ്രതിനിധികളുടെ വേഷത്തിൽ എത്തിയത്. പാർലമെന്റ് സ്പീക്കർ, പ്രധാനമന്ത്രി, പ്രതിരോധ വകുപ്പ് മന്ത്രി, പ്രതിപക്ഷ നേതാവ്, വിവിധ വകുപ്പ് മന്ത്രിമാർ, എംപിമാർ എന്നിവരുടെ വേഷത്തിലായിരുന്നു കുട്ടികൾ പാർലമെന്റിൽ എത്തിയത്. രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചും ജനപ്രതിനിധികളുടെ വേഷത്തിലുമെത്തിയ വിദ്യാർത്ഥികൾ തങ്ങളുടെ നാടിന്റെ ആവശ്യങ്ങൾ പാർലമെന്റിൽ എന്നതുപോലെ അവതരിപ്പിച്ചത് കാണികൾക്കും സഹപാഠികൾക്കും മറ്റൊരു അനുഭവമാണ് സമ്മാനിച്ചത്. 7ാം ക്ലാസ് മുതൽ 11ാം ക്ലാസ് വരെയുള്ള ക്ലാസുകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 65 കുട്ടികളാണ് യൂത്ത് പാർലമെന്റിന്റെ ഭാഗമായത്. 1.25 മണിക്കൂറോളം നീണ്ടുനിന്ന യൂത്ത് പാർലമെന്റ് സെക്ഷനിൽ ബിൽ പാസാക്കാൻ ചോദ്യോത്തരവേള, പുതിയ അംഗത്തിന്റെ സത്യപ്രതിജ്ഞ തുടങ്ങിയവ വിദ്യാർത്ഥികൾ കാര്യക്ഷമതയോടെ കൂടി അവതരിപ്പിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളും ശിശുക്ഷേമ സംരക്ഷണവും സ്ത്രീ സുരക്ഷിതത്വവും ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ വിദ്യാർത്ഥികൾ നയപരമായി തന്നെ അവതരിപ്പിച്ചു. അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും സഹായത്തോടുകൂടി 4 ദിവസം കൊണ്ടാണ് ഈ യൂത്ത് പാർലമെന്റ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയത്. വിവിധ സംസ്ഥാനങ്ങളെയും സംസ്കാരങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള വേഷഭൂഷാദികളോടെയായിരുന്നു പാർലമെന്റിലേക്കുള്ള വിദ്യാർത്ഥികളുടെ രംഗപ്രവേശനവും. പരിപാടിയുടെ ഉദ്ഘാടകനായി എത്തിയത് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ മുരളീധരനാണ്. വിദ്യാർത്ഥികൾക്ക് പാർലമെന്റ് നടപടിക്രമങ്ങളെക്കുറിച്ചും പ്രോട്ടോകോളുകളെക്കുറിച്ചും വിവരിച്ചു നൽകി. ഇതും കുട്ടികൾക്ക് മറ്റൊരു അനുഭവമാണ് സമ്മാനിച്ചത്. വിദ്യാർത്ഥികളിൽ ജനാധിപത്യ പ്രക്രിയയെക്കുറിച്ചുള്ള അവബോധം വളർത്താനും അതോടൊപ്പം ജനാധിപത്യ മര്യാദകൾ പരിശീലിക്കാനും നേതൃപാടവം വളർന്നു വരാനും ഈ തരത്തിലുള്ള പരിശ്രമങ്ങൾ ഏറ്റവും ശ്ലാഘനീയമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ആ കാര്യത്തിൽ CBSE ബോർഡിനെയും അതോടൊപ്പം ശ്രീ ചിത്തിര തിരുനാൾ വിദ്യാലയത്തെയും അഭിനന്ദിക്കും. വിദ്യാർത്ഥികൾക്ക് പാർലമെന്ററി നടപടികളുടെ പ്രവർത്തനങ്ങൾ അനുഭവിക്കാനും സമൂഹത്തിൽ നേരിടുന്ന വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഉതകുന്ന തരത്തിൽ മാറുകയായിരുന്നു ഈ യൂത്ത് പാർലമെന്റ്. ജനാധിപത്യ കാര്യങ്ങളിൽ നമ്മുടെ പാർലമെൻറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നിയമം എങ്ങനെയാണ് ഇന്ത്യയിൽ രൂപപ്പെട്ട് വരുന്നത്, അതുപോലെ തന്നെ കുട്ടികൾക്കൊരു നേതൃത്വ പാഠവും ഉണ്ടാകുക എന്നുള്ള കാര്യങ്ങൾ മുൻനിർത്തിയാണ് നമ്മൾ യൂത്ത് പാർലമെൻറ്റ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കൊരു പാർലമെൻറ്റ് സെഷൻ നടക്കുന്നത് പോലൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ്. സബ്മിഷൻസും അതിൻ്റെ എല്ലാം നിവർത്തിച്ചുകൊണ്ടുള്ള ഒരു സെഷനാണ്. ജനാധിപത്യ രാജ്യത്ത് ജീവിച്ചിട്ട് ജനാധിപത്യം എന്താണെന്നും അവിടെ നിയമ നടപടികൾ എങ്ങനെയാണ് ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ രൂപപ്പെടുന്നത് എന്ന് കുട്ടികളെ ശരിക്ക് നേരിട്ട് മനസ്സിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ യൂത്ത് പാർലമെൻറ്റ് നടത്തിയിരിക്കുന്നത്. അതിൽ സ്പീക്കർ ഉൾപ്പെടെ, അതുപോലെ ഭരണപക്ഷത്തുള്ള മന്ത്രിമാർ ഉൾപ്പെടെ, പ്രതിപക്ഷത്തിലുള്ള പ്രമുഖരായ എംപിമാരുൾപ്പെടെയുള്ള പ്രതിനിധികൾ കാണിച്ചുകൊണ്ട് കുട്ടികൾ പ്രതികരിക്കുകയാണ്. പാർലമെൻറ്റേറിയനായിരുന്ന, പാർലമെൻ്ററി അഫയേഴ്സിൻ്റെ കാര്യങ്ങൾ നിർവഹിച്ചിരുന്ന മുൻ മന്ത്രിയെ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടി എന്നുള്ളതാണ്. അദ്ദേഹം എത്തുകയും വേണ്ട കറക്റ്റായിട്ടുള്ളൊരു തിരുത്തലുകളൊക്കെ ആവശ്യമുള്ളിടത്ത് ചെയ്തു തരികയും അങ്ങനെ നമുക്ക് വളരെ സന്തോഷപൂർവ്വമായ അല്ലെങ്കിൽ അഭിമാനപൂർവ്വമായൊരു സെഷൻ ഇന്നിവിടെ നടത്താൻ സാധിച്ചു. അവരുടെ ഓരോ മിസ്റ്റേക്സും അന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ ഓരോ മിസ്റ്റേക്സുകളെയും നമുക്ക് തിരുത്തി അതൊരു കറക്റ്റായിട്ട് എങ്ങനെ രീതിക്ക്, അതായത് നമ്മുടെ ഓരോ അത് പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, ഓപ്പോസിഷൻ ലീഡർ ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, സ്പീക്കർ ആയിക്കോട്ടെ, ഞങ്ങളുടെ ഓരോ മിസ്റ്റേക്സ് അത് എന്താണെന്ന് അവർ ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും ഇത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്ന് നമ്മൾ നേരെ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, കറക്റ്റായിട്ട് എപ്പോൾ എങ്ങനെ സംസാരിക്കണം, എപ്പോൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഒരു ഡിബേറ്റ് നടക്കുമ്പോൾ അവിടെ എങ്ങനെ മീൻസ് ആ ഒരു മെമ്പേഴ്സിനെ അവിടെ പൊസിഷനിൽ നിർത്തണം എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ടീച്ചേഴ്സ് നമുക്ക് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓരോ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ഇഷ്യൂസും എനിക്ക് ഓരോ സ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കുകയും ചെയ്തു. ഞാൻ ഓരോരുത്തരെ വിളിച്ച്
അവരുടെ ആ സ്റ്റേറ്റിലെ ഇഷ്യൂസൊക്കെ പഠിച്ച് അവർ ഡിസ്കസ് ചെയ്തു, അവരെങ്ങനെ ആൻസർ പറയും, ഞാൻ എങ്ങനെയാണ് ഉത്തരം കണ്ടുപിടിക്കേണ്ടത്, എന്തൊക്കെയാണ് ചോദ്യങ്ങൾ, ഇങ്ങനെയൊക്കെ അറിഞ്ഞു. എനിക്ക് അല്ലാതെ സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കിൽ നിന്നെല്ലാം പഠിക്കുന്നതിനെക്കാട്ടും പുറത്തു നിന്നൊരു അറിവ് കിട്ടി. നമ്മൾ ഈ ടി വിയിലൂടെ മാത്രമേ പാർലമെൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മുടെ സ്കൂളിൽ തന്നെ ഇങ്ങനെ പാർലമെൻറ്റ്, ഒപ്പോസിഷൻ പാർട്ടി, റൂളിംഗ് പാർട്ടി എന്നൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ആദ്യം നമുക്ക് ഇങ്ങനെ ആയിരിക്കും, നമ്മൾ ഈ എക്സ്പെക്റ്റേഷനോടെ അല്ലായിരുന്നു വന്നിരുന്നത്. പക്ഷേ ഇവിടെ ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, അതുപോലെ ഓരോ സ്റ്റേറ്റിനെ പറ്റി, വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ് എന്നീ ഓരോ സ്റ്റേറ്റിനെ പറ്റി അവർ ഓരോ കാര്യങ്ങൾ, അവരനുഭവിക്കുന്ന കാര്യങ്ങൾ, ഒപ്പോസിഷൻ പാർട്ടി, റൂളിംഗ് പാർട്ടി പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലായി എങ്ങനെയായിരിക്കും ഒരു ഒപ്പോസിഷൻ പാർട്ടി, എങ്ങനെയായിരിക്കും ഒരു റൂളിംഗ് പാർട്ടി, ഒരു മോഡൽ. നമ്മൾ ഈ മോഡലിലൂടെ നമുക്ക് തന്നെ ഒരു ഡെമോക്രാറ്റിക് നേഷൻ എങ്ങനെയായിരിക്കണം എന്നും കൂടെ നമ്മൾ പഠിക്കുകയാണ്. അപ്പം നമ്മൾ ഈ പുറത്ത് എല്ലാ കുട്ടികളോടും നമ്മുടെ സ്കൂളിൽ പാർലമെൻ്റ് ആണ് എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളും അങ്ങനെയാണോ ഇങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അഭിമാനമാണ്, നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയല്ലോ. എനിക്ക് ഒപ്പോസിഷൻ ലീഡർ ആയാൽ എങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഉള്ളത് പഠിക്കാൻ കഴിഞ്ഞു. ഇതൊരു വലിയ സന്തോഷമാണ് എനിക്ക്. അതായത് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, ഫിനാൻസ് മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെ എന്നിട്ട് ഒപ്പോസിങ് മിനിസ്റ്ററായിട്ട് ഓരോ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ്, ഓരോ കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് നമ്മൾ പിള്ളേരായിട്ട് നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു അതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസ് അതിന് ആൻസർ ചെയ്യപ്പെടുന്ന ഒരു ഗവൺമെൻറ് എന്ന് പറഞ്ഞ ഒരു ഗവൺമെൻറ് ഇലക്റ്റഡ് മെമ്പേഴ്സായ ഒരു ഗവൺമെൻറ് ആൻസർ പറയുന്നതെന്ന് എല്ലാം ഒരു വലിയ ഇതായിരുന്നു. നമ്മൾ കണ്ട സാധനങ്ങൾ നമ്മളെ പരിമിതിക്കുള്ളിൽ നമുക്ക് എന്തൊക്കെ കാണിക്കാൻ പറ്റും നമുക്കതൊക്കെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് നമ്മളെ വിശ്വാസം. GTV ന്യൂസ് പാറശാല.